വാർ ഫീൽഡിൽ പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വേണം. സാറ്റലൈറ്റ് സ്പൈ അത് കൊടുക്കണം, അതിന് ഇൻഫർമേഷൻ കൊടുക്കണം, ഡാറ്റ കൊടുക്കണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഫയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ തിരിച്ചിങ്ങോട്ട് ഫയർ കിട്ടിക്കൊണ്ടിരിക്കും. കാരണം ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ ഭയങ്കരമായിട്ട് ഗ്യാപ്പ് കയറി വരികയാണ്. കാരണം ഇപ്പോഴത്തെ ടെക്നോളജി വാർഫെയറിൻ്റെ അകത്ത് കമ്മ്യൂണിക്കേഷൻ ഇല്ല എങ്കിൽ 100% തൊലഞ്ഞു പോകും. ഇതിന് ഏറ്റവും വലിയ തെളിവാണ് എന്താണ് ഇറാനിൽ സംഭവിച്ചത്. മുഴുവനും ജാം ചെയ്ത് കിടക്കുന്നു. എന്നിട്ടാണ് ഇസ്രായേൽ അവിടെ കയറി അടിക്കുന്നത്. അവരുടെ മുഴുവൻ അവർ പുറത്തുപോലും പറഞ്ഞില്ല. ഇറാൻ പുറത്തുപോലും പറഞ്ഞില്ല. അവരുടെ സൈബർ മുഴുവനും നാശമായി കളഞ്ഞു. അവരുടെ ജാമറാക്കി, അവരുടെ റഡാറും സിസ്റ്റവും മുഴുവൻ ജാം ചെയ്ത് കളഞ്ഞു. ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയായി. എന്നിട്ട് കയറി അടിച്ചു കഴിയുമ്പം ഇറാന് തിരിച്ചൊന്നും പറയാൻ പറ്റാത്ത രീതിയിൽ അവർക്ക് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. അപ്പം ആദ്യത്തെ ഇത് കൊടുക്കുന്നു, അതിനുശേഷം ഓരോന്നായിട്ട് അങ്ങോട്ട് ലിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ പൂർണ്ണമായിട്ട് റഷ്യ ജയിക്കുകയാണ്. അപ്പം ഇവിടെയാണ് ഞാൻ ഈ പറയുന്നത്, നിങ്ങൾ ഈ ആവേശം കൊണ്ടൊന്നും പറയണ്ട. നിങ്ങൾ ഓരോ വെർട്ടിക്കൽസ് എടുത്ത് നോക്കുക. ഇവിടെ സറണ്ടർ ചെയ്യേണ്ട ഉക്രൈനാണ്. കാരണം വാർ ഒഴിവാകുക, ഏതെങ്കിലും രീതിയിൽ അമേരിക്കയുടെ കാല് പിടിച്ച് വാറിൽ നിന്ന് മാറുക, പിന്നീട് നെഗോഷിയേറ്റ് ചെയ്ത് ഡീൽ ഉറപ്പിക്കുക.